ഹലോ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് PM പെർഫോമൻസ് മാനേജ്മെന്റിലെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. വെരി സിമ്പിൾ. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നാൽ നമുക്ക് സുഖമായിട്ട് ഇത് പഠിച്ചു തീർക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്, ഫസ്റ്റ് വീഡിയോയാണ്. ഞാനും നിങ്ങളുടെ പോലെ PM എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ACCA സ്റ്റുഡന്റ് ആണ്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് വീഡിയോസ്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ, ലൈക്ക് ഐ ക്യാൻ ഓൾസോ സ്റ്റഡി ആൻഡ് ആർക്കെങ്കിലും ഉപകാരപ്പെടാണെങ്കിൽ അവരും കാണാലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, സോ ലേൺ വിത്ത് മീ. ഓക്കെ, നമുക്ക് തുടങ്ങാം. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഫസ്റ്റ് തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ്. Break-even is also known as CVP analysis or cost volume profit analysis. Break-even എന്ന് പറയുമ്പോൾ നമുക്ക് is also known as CVP analysis or cost volume profit analysis. ഈ cost volume profit analysis ഇത് ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് എക്സാമിനും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഇനി break-even analysis is the study of the effects on future profit of changes in fixed cost, variable cost, sales price, quantity and mix. അതായത് ഈ ഫിക്സഡ് കോസ്റ്റില്, വേരിയബിൾ കോസ്റ്റില്, സെയിൽസ് പ്രൈസില്, ക്വാണ്ടിറ്റിയില്, മിക്സില് ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മുടെ പ്രോഫിറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്ന് പഠിക്കണതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അതൊരു ഇത് പറഞ്ഞിട്ടില്ലേ, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് എ സ്റ്റഡി ഓഫ് ദി എഫക്ട്സ്. ആ എഫക്ട്സിനെ കുറിച്ച് പഠിക്കും, അതെങ്ങനെയാണ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യണേന്ന് കൂടി നോക്കുന്നത്. ഓക്കെ, ഇനി വേറെന്താ പറയാനുള്ളതെന്ന് വെച്ചാ നമുക്ക് കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാം. ഓക്കെ, കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്താണ് ഒരു കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ദ അഡീഷണൽ പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെല്ലിംഗ് വൺ എക്സ്ട്രാ യൂണിറ്റ് ഇൻ ദ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ. അതായത് ഒരു എക്സ്ട്രാ യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടണ ലാഭം അതെന്താണോ അതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കാണാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴോ ടോട്ടൽ സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇനി CVP അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ മാർജിനൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പൾ. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയ കാര്യങ്ങളാണ്, ലൈക്ക് ആവശ്യം വന്നാലോ എന്ന് വെച്ച് പറയണതാട്ടോ. CVP analysis is based on marginal costing principles. Next, main element of marginal costing and the contribution. Main element of marginal costing is contribution. Okay. Anyway, in short term, fixed cost will be same for all level of activity. Short term fixed cost എല്ലാം ലെവൽ ഓഫ് ആക്ടിവിറ്റിക്കും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ PM കടക്കാം. സിംഗിൾ പ്രൊഡക്റ്റ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അതായത് സിംഗിൾ പ്രൊഡക്റ്റിന്റെ കേസും ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിന്റെ കേസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സിംഗിൾ പ്രൊഡക്റ്റ് ബ്രേക്ക് ഈവൻ അനാലിസിസിൽ എന്തുകൊണ്ടാന്ന് നോക്കാം. The break-even point is a level of activity at which there is neither profit nor loss. ഒരു break-even point എന്ന് പറഞ്ഞാൽ എന്താ? break-even point എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. Okay, neither profit nor loss, or profit will be equal to 0 or loss will equal to 0. അതായത് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ആവാന്ന് പറയാം.
ഇങ്ങനെയും പറയാം. അതായത് ഇപ്പോ റവന്യൂ ഈസ് ഈക്വൽ ടു കോസ്റ്റ്. അതായത് എനിക്കിപ്പോ 50,000 എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ 50,000 തന്നെ ചെലവുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ, അതായത് അത് ഏത് പോയിന്റിലാണ് അങ്ങനെ വരണേ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ഫൈൻഡിങ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് സിമ്പിൾ. ഇൻ ദി ഫോളോയിങ് ഇലസ്ട്രേഷൻ ഈച്ച് യൂണിറ്റ് സെൽസ് ഫോർ 200 ആൻഡ് കോൺട്രിബ്യൂഷൻ $160 ടുവേർഡ്സ് കവറിംഗ് ഫിക്സഡ് കോസ്റ്റ് ഓഫ്. ഓക്കെ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സോ വി ഗോട്ട് 160. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 6 lakh. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ തോന്നിയ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ, അതെങ്ങനെയാ അപ്പൊ ഇതിലെങ്ങനെ പ്രോഫിറ്റ് നമ്മൾ കാണാം? പ്രോഫിറ്റ് കാണുമ്പോൾ 160 എങ്ങനെയാ 600,000 മൈനസ് ചെയ്യുക? അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഡൗട്ടാ. മിക്കവർക്കും ചിലപ്പോ വരാം, ചിലപ്പോ വരില്ല കേട്ടോ. അത് ഭയങ്കര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ, ഇതൊക്കെ പെർ യൂണിറ്റിലാണ് കിടക്കണേ. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മൾ എടുക്കുക. ഇപ്പൊ ആലോചിച്ചോക്ക്, ഒരു 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 യൂണിറ്റിന് വേണ്ടി ഇത്രയും ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയൊന്നും വരില്ല. ടോട്ടലി ആണ് ആ ഫിക്സഡ് കോസ്റ്റ് വരുള്ളൂ. ഇപ്പോ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ബിൽഡിംഗ് റെന്റിന് എടുത്തു. ആ ബിൽഡിങ്ങിൽ ഞാൻ എനിക്ക് ACCയുടെ ക്ലാസ്സിന് വേണ്ടിയാണ് ആ ബിൽഡിംഗ് ഞാൻ റെന്റിന് എടുത്തത്. ഓക്കെ, അപ്പോ അതില് ഓരോ ഓരോ സബ്ജക്റ്റിന്റെ ക്ലാസ്സസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അതായത് PM, AA, FR എന്നൊക്കെ ഓരോ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതിന് മൊത്തത്തിൽ വരുന്ന റെന്റ് എത്രയാ? ആ ഒരു ബിൽഡിംഗ് എടുത്തപ്പോ അതിന് വരുന്ന റെന്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh പെർ മന്ത് ആണ്. ഓക്കെ, അതിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്? FR ഉണ്ട്, AA ഉണ്ട്, PM ഉണ്ട്. അതിലൊരു ക്ലാസ് ഒഴിവുണ്ട്. ഓക്കെ, അതിലൊരു ക്ലാസ് ഒഴിവുണ്ട്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ അതില് ഞാൻ ഓക്കെ അതിൽ ഞാൻ P ലെവലിലെ ഒരു ക്ലാസ്സും കൂടി കേറ്റാന്ന് വിചാരിച്ചു. അതായത് AFM കൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ഈ FR, AA, PM ഇതൊരു മാസത്തേക്ക് പോയിണ്ടായിരുന്നു. അതായത് ഒരു മാസത്തോളം ഈ 3 ക്ലാസ് മാത്രമാണ് ആ ബിൽഡിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിലൊരു ക്ലാസ് ഒഴിവ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു AFMന്റെ ക്ലാസ്സും കൂടി അതില് പ്ലാൻ ചെയ്ത് വെച്ചു. അപ്പൊ ഈ റെന്റിന് മാറ്റം ഉണ്ടാവോ? ഇല്ല. ഈ റെന്റ്, ഈ 1 ലക്ഷം എന്ന് പറയണത് ഈ FR, AA, PM ആ ക്ലാസ്സുകൾക്ക് മാത്രമാണോ? അല്ല. ഈ AFM ആ ക്ലാസ്സിനും കൂടി കൂട്ടിയിട്ടല്ലേ, മൊത്തത്തിലുള്ള ആ ബിൽഡിങ്ങിന് കൂട്ടിയിട്ടല്ലേ, അല്ലാണ്ട് ഓരോ പേപ്പറിന് ഉള്ള ഫിക്സഡ് കോസ്റ്റ് അല്ലല്ലോ. മനസ്സിലായോ? ആ മൊത്തം ബിൽഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 1 ലക്ഷം രൂപ എന്തായിട്ട് വരണേ? ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് വരാം. അല്ലാണ്ട് FR അല്ല, ഇങ്ങനെ ഞാൻ ചെയ്യണ്ടോ? അതായത് FRും AAയും PM മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 1 ലക്ഷം 3ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിന്റെ ഇത്ര ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് AFM കൂടി വന്നു, അന്ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണോ? ഇപ്പോ ആ ബിൽഡിങ്ങില് ഇപ്പൊ AFMും ഇല്ല, പിന്നെ അതേപോലെ PMും ഇല്ല, AA, FR മാത്രമാണെങ്കിലും റെന്റ് എത്ര തന്നെ? 1 ലക്ഷം വിചാരിക്ക്. FR മാത്രമുള്ളെങ്കിലും റെന്റ് എത്ര? 1 ലക്ഷം. FRും ഇല്ല, ഒന്നുമില്ല, അത് നമ്മൾ വാങ്ങി, ഒന്നും ചെയ്യണില്ലെങ്കിലും റെന്റ് എത്ര? 1 ലക്ഷം. അതെന്താ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ യൂണിറ്റ് ആയിട്ട് ഒരു യൂണിറ്റിന് എത്ര ഫിക്സഡ് കോസ്റ്റ് എന്ന് ഉള്ള കണക്ക് നമ്മൾ നോക്കില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അത് നമുക്ക് എടുക്കാലോ. ഇതെത്രയാ? 200. അപ്പൊ നമുക്ക് എത്ര യൂണിറ്റ്സ് വരണമെന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? The break-even point is the level of activity at which there is neither profit nor loss. Okay. അപ്പോ ഇനി at break-even point, the contribution will be equal to fixed cost. At break-even point, contribution will be equal to fixed cost.
എന്ന് പറഞ്ഞു. അതെങ്ങനെയാ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആവാ? അതായത് എന്താ പറയാ, ഓക്കെ, ഫോർ എക്സാമ്പിൾ സെല്ലിംഗ് പ്രൈസ് ഒരു 10 ആയിട്ട് എടുക്കാം. വേരിയബിൾ കോസ്റ്റ് എത്ര ആയിട്ട് എടുക്കാം? ഒരു 8 ആയിട്ട് എടുക്കാം. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്ര വരും? 10 മൈനസ് 8. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്ര വരും? 2. 10 മൈനസ് 8 2. അപ്പൊ ഇത് ബ്രേക്ക് ഈവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ ആവുമ്പോ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 0. ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ് അല്ലേ? അപ്പൊ ഈ ഫിക്സഡ് കോസ്റ്റ് എത്ര ആയിരിക്കണം? ഈ പ്രോഫിറ്റ് 0 കിട്ടാൻ ഈ ഫിക്സഡ് കോസ്റ്റ് എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. എന്നാലല്ലേ ഇവിടെ 0 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? യെസ്. ഓക്കെ, സിമ്പിൾ ആണ്, സിമ്പിൾ ലോജിക് ആണ്. ഇങ്ങനെ ഡൗട്ട് വരുമ്പോ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ഇട്ട് ഒരു എക്സാമ്പിൾ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം, പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? 2 മൈനസ് 2 0. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി, എങ്ങനെയാണെന്നും കിട്ടി. ഓക്കെ, ഇനി നമ്മള് മെയിൻ ഫോർമുലയ്ക്ക് വരാണ്ട. ബ്രേക്ക് ഈവൻ സെയിൽസ്, ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് എങ്ങനെ കാണും? ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് എങ്ങനെ കാണാം? ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റിന്റെ ഇൻ സിമ്പിൾ വേയില് ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇതെങ്ങനെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വരണേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഒബ്വിയസ്ലി ആ ഡൗട്ട് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 2 രീതിയിൽ കണ്ടുപിടിക്കാം. ആദ്യത്തെ രീതി, നമ്മളിവിടെ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോ, ഐ മീൻ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ആ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാ വരണേ? അതായത് എത്രയാണോ യൂണിറ്റ് ഇൻറ്റു എത്രയാണോ പ്രൈസ്, അങ്ങനെയല്ലേ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടണേ? ഓക്കെ, അതായത് സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു സെയിൽസ് പ്രൈസ് ആണ്, അല്ല, ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എന്ത്? ടോട്ടൽ കോൺട്രിബ്യൂഷൻ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത് എങ്ങനെ ഡിറൈവ് ആയെന്ന് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് വിറ്റപ്പോ നമുക്ക് എന്തോരും ലാഭം കിട്ടി, അതിനാണല്ലോ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയണേ. ഓക്കെ, ആ ലാഭം ഇൻറ്റു എത്ര യൂണിറ്റ്സ് നമ്മൾ വിറ്റു, അതിനല്ലേ നമ്മള് കോൺട്രിബ്യൂഷൻ എന്ന് പറയണേ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇത് ഈക്വൽ ടു ടോട്ടൽ കോൺട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ആണെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോ സെയിൽസ് ക്വാണ്ടിറ്റി നമ്മളവിടെ എന്താ ചോദിച്ചേ? ഈ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഏത് കേസിലാണ് തന്നെ? ബ്രേക്ക് ഈവൻ ആവുമ്പോ മാത്രമാണ് കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ആവുള്ളൂ. ബ്രേക്ക് ഈവൻ ആവുമ്പോ, ശ്രദ്ധിച്ചോ, ബ്രേക്ക് ഈവൻ ആവുമ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ്. അപ്പോ ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് എത്ര ആയിരിക്കും? സെയിൽസ് ക്വാണ്ടിറ്റി എന്ത് വാട്ടെവർ ഈസ് ഈക്വൽ ടു നമ്മൾ അപ്പുറത്തേക്ക്, അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ. അപ്പൊ എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സിമ്പിൾ. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് എങ്ങനെയാ? ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ?
അല്ലെങ്കിൽ ദേ ഈ മെത്തേഡും ചെയ്യാം. അതായത് ഇൻ ഓർഡർ ടു ബ്രേക്ക് ഈവൻ വി നീഡ് ടു കവർ അവർ ഫിക്സഡ് കോസ്റ്റ്. അതായത് ആ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്താലാണ് നമുക്ക് എത്ര ഇവിടെ 0 കിട്ടുള്ളൂ. ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. അപ്പോ ഇതും കൂടി മൈനസ് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ 0 കിട്ടണം അല്ലെ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാ, ഈ 6 lakhൽ നിന്ന് 160 ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് കിട്ടും. ആ യൂണിറ്റ്സ് ഇൻറ്റു 160 ആണ് എന്ത്, ഈ 6 lakh വരാ. അപ്പൊ ഈ 6 lakhും 6 lakhും മൈനസ് ചെയ്യുമ്പോൾ എന്താ 0. ഓക്കെ, ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് 200, വേരിയബിൾ കോസ്റ്റ് വന്നിട്ട് 40. So contribution will be 200 minus 40, that is 160. എത്ര 160. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നുണ്ട് 600,000. നമുക്കറിയാം ഇത് ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് എത്രയായിരിക്കും, 0. Profit will be 0. ഓക്കെ, നമുക്ക് ഈ കോൺട്രിബ്യൂഷനും 600,000 നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് പ്രോഫിറ്റ് 0 ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സെയിൽസ് യൂണിറ്റ് കാണാം. എങ്ങനെ കാണാം എന്ന് പറഞ്ഞേ. ഇത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ കാണാം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അതായത് 6 ലക്ഷം ഡിവൈഡഡ് ബൈ 160 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് കിട്ടും. അതായത് മനസ്സിലായില്ലേ, അതായത് ബ്രേക്ക് ഈവൻ ആവുമ്പോൾ നമ്മൾക്ക് ഈ ഫിക്സഡ് കോസ്റ്റ് ഫുൾ കവർ ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പോ ഈ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമുക്ക് എന്തോ ഒരു ലാഭമുണ്ട്, 160 ലാഭമുണ്ട്. ആ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. ഇത്രയും യൂണിറ്റ്സ്, അതായത് നോക്കൂ, ഐ വിൽ ഷോ യു. ഈ 160 ഇൻറ്റു 3750 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 6 lakh. ഇവിടെ ഇത്രയും വന്നാലല്ലേ നമുക്ക് പ്രോഫിറ്റ് 0 ഉള്ളൂ. ഓക്കെ, അപ്പോ ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് കാണാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് തരാം. കുറച്ചേശ്ശെ ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. അതാവുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഓരോ കോൺസെപ്റ്റ്. ഇനി ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ ഉണ്ട്, അതെങ്ങനെ കാണാം. ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ, നമ്മളൊരു സെയിൽസ് സാധാരണ ഒരു കേസിൽ എടുത്തൊക്കെ സെയിൽസ് റവന്യൂ നമ്മൾ എങ്ങനെ കാണാം, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മൊത്തത്തിലുള്ള സെയിൽസ് റവന്യൂ കിട്ടുക. അപ്പൊ ഇത് എന്താ, ബ്രേക്ക് ഈവന്റെ കേസിലാണ്. അപ്പൊ ഇതില് ബ്രേക്ക് ഈവന്റെ കേസിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് എടുക്കാം, ഓൾറെഡി നമ്മൾ ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്, ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ. അപ്പോ ഇസ് ഈക്വൽ ടു വാട്ട്, ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സോ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റും കിട്ടി, ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂവും കിട്ടി. ഓക്കെ, ഇപ്പൊ എല്ലാം ഇത്ര നമുക്ക് കിട്ടിയില്ലേ. ഇനി എന്താ, ഇനി കുറച്ച് പ്രോബ്ലം ഉണ്ട്, ബട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി പഠിക്കാം. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ടു ദി പ്രോബ്ലം. ഇനി യൂണിറ്റ്സ് ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റ്. യൂണിറ്റ്സ് to achieve target profit. നമുക്ക് ഡിഫറെന്റ് കാണാം.
കൊടുക്കാം. യൂണിറ്റ്സ് ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റ്. അതായത് ഇത്രയും സ്പെസിഫിക് പ്രോഫിറ്റ്, അതായത് ഇത്രയും ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ എന്തോരം യൂണിറ്റ്സിന്റെ ആവശ്യമുണ്ട്, എന്തോരം യൂണിറ്റ്സ് വേണം. ഓക്കെ, മാനേജ്മെന്റ് വിൽ ടിപ്പിക്കലി വോണ്ട് ടു ബഡ്ജറ്റ് ഫോർ എ സെയിൽസ് വോളിയം ഓർ സെയിൽസ് റവന്യൂ ടു അച്ചീവ് എ ടാർഗറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഈ കേസിൽ നമുക്ക് സെയിൽസ് വോളിയം ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റും കാണാനുണ്ട്, അതേപോലെ സെയിൽസ് റവന്യൂ ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റും കാണാനുണ്ട്. ഓക്കെ, സെയിൽസ് വോളിയം, ഇനി നമുക്ക് ഒരെണ്ണത്തേക്ക് പോവാം. സെയിൽസ് വോളിയം റിക്വയർഡ് ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റ്. ഒരു ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ എന്തോരം യൂണിറ്റ്സിന്റെ ആവശ്യമുണ്ടെന്ന്. ദിസ് ഇസ് ആസ് സെയിം ആസ്, അതായത് സിമിലർ, സെയിം ആണെന്ന് പറയില്ല, സിമിലർ ആണ്. അതായത് ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് ആയിട്ട് ഭയങ്കര സിമിലർ ആണ്. ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് എങ്ങനെ കാണാം? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ നമുക്ക് അവർ ഓൾറെഡി ഒരു ടാർഗറ്റ് പ്രോഫിറ്റും കൂടി തന്നിട്ടുണ്ട്. ആ ടാർഗറ്റ് പ്രോഫിറ്റ് നേടാൻ വേണ്ടി നമുക്ക് എത്ര യൂണിറ്റ്സ് ആവും എന്നുള്ളതാ. അപ്പൊ എങ്ങനെയാ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് divided by contribution per unit. Simple. Okay, ഇനി സെയിൽസ് റവന്യൂ required to achieve target profit എങ്ങനെയാ? How? It's also simple, that is fixed cost plus അല്ലെങ്കിൽ ഇങ്ങനെ ഈസ് ഈക്വൽ ടു സെയിൽസ് വോളിയം. നമ്മൾ പറഞ്ഞില്ലേ റവന്യൂ എന്ന് പറയുമ്പോൾ എന്താ? ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഇവിടെ ക്വാണ്ടിറ്റിയുടെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സെയിൽസ് വോളിയം റിക്വയർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതേപോലെ ഇവിടെ എങ്ങനെ വരും? സെയിൽസ് വോളിയം ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്തോ. ഇറ്റ് വിൽ ബി ഗുഡ്. ഞാൻ പറയണതിൻ്റെ ഒപ്പം എഴുതി പോയാൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരമായിരിക്കും. ഒരു ഈ കളർ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒന്നും കൊണ്ടും സ്ട്രെസ്ഡ് ആവണ്ട, പേടിക്കണ്ട. ഇനിയും നമുക്ക് സമയമുണ്ട്. നമ്മൾ ഇഴഞ്ഞു പോയാലും നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ കൺസിസ്റ്റൻസി, അതാണ് PM-ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോണം. ലൈക്ക് തീർക്കണം എന്ന് വെച്ചാൽ നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യൂ എല്ലാരും. ഒന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നന്നായിരിക്കും. ആൻസർ കാണിക്കും. ആൻസർ ഒന്നുമില്ല, ഇതിലെ ഫോർമുല തന്നെ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇത്രയും ഭാഗം ചെയ്യാം. ഫോർമുല ഒക്കെ നമ്മളിപ്പോ എഴുതിയിട്ടുണ്ട്, അതൊന്നും ഇത് നമുക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യണ്ടോ? നിങ്ങളൊരു ചെയ്തോ, കുറച്ച് നേരം എടുത്ത് ചെയ്തോ. ഒരു 2 minutes ഒക്കെ എടുത്ത് ചെയ്താൽ നന്നായിരിക്കും. ഓർ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ കാണാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും ചിലപ്പോ. ഓക്കെ, the following data relates to product PQ.
സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 25 per unit. Then variable cost is equal to 20 per unit. Okay, fixed cost തന്നിട്ടുണ്ട് എത്ര? 50,000. Calculate the number of units that must be made and sold in order to break even. അപ്പൊ break even sales unit കാണാനാണ് പറഞ്ഞത്. Break even sales unit is equal to fixed cost divided by contribution per unit. അപ്പൊ fixed cost എത്രയാ? 50,000 divided by contribution per unit. Contribution നമുക്ക് എങ്ങനെ കാണാം? അത് ആദ്യം കണ്ടുപിടിക്കാം അല്ലെ. Contribution is equal to 25 selling price minus variable cost. എത്ര? 5. അപ്പൊ fixed cost is equal to 50,000 divided by 5. നമുക്ക് എത്ര കിട്ടും? 10,000. 10,000 ആയിരിക്കും our break even sales unit. Okay. ഇനി B എങ്ങനെയാ? Calculate the level of activity that is required to generate a profit of 40,000. Okay. Level of activity that is required to generate. Okay. ഇത് സെയിൽസ് വോളിയത്തിലാണോ റവന്യൂലാണോ കിടക്കണേ? സെയിൽസ് വോളിയത്തിലാണ്. കാരണം എന്താ? ലെവൽ ഓഫ് ആക്ടിവിറ്റി ടു ഏൺ എ റിക്വയർഡ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി, അതായത് എന്തോരം സെയിൽസ് വോളിയം ആണ് ആവശ്യം എന്ന്. നമ്മൾ പഠിച്ചു സെയിൽസ് വോളിയം റിക്വയർഡ് ടു അച്ചീവ് ടാർഗറ്റ് പ്രോഫിറ്റ് എങ്ങനെയാ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് divided by contribution per unit. അപ്പൊ എങ്ങനെയാ? ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഡോണ്ട് ആരും ഒരിക്കലും ഈ മണ്ടത്തരം ചെയ്യരുത്. അതായത് നമ്മളിപ്പോ ഓൾറെഡി കണ്ടുപിടിച്ചു ഫിക്സഡ് കോസ്റ്റ് പെർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10,000. ഇതിന്റെ കൂടെ ഈ പ്രോഫിറ്റ് ഒരിക്കലും ആഡ് ചെയ്യരുത്, അത് തെറ്റും. ഓക്കെ, ഈസി വേ ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത്, തെറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് എത്ര? 50,000 പ്ലസ് നമ്മുടെ ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയാ? 40,000 ഡിവൈഡഡ് ബൈ എന്താ? ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര? 5. അപ്പൊ എത്ര? 18,000. എത്ര കിട്ടാ? 80,000. ഇപ്പോ ചിലവര് വിചാരിക്കും ഓക്കെ ഈ 10,000 എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്, അതിന്റെ ഒപ്പം ഒരു റിക്വയർഡ് പ്രോഫിറ്റും കൂടി ഇട്ടാ പോരെ എന്ന് വിചാരിക്കും. അപ്പൊ കണ്ട ആൻസർ മാറണം നോക്ക്. 10,000 പ്ലസ് 40,000 ചെയ്യുമ്പോ 50,000 ആണ്. ദാറ്റ്സ് റോങ്. അങ്ങനെ ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാ? ഈ ടാർഗറ്റ് പ്രോഫിറ്റും കൂടി ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റില് അഡ്ജസ്റ്റഡ് ആവണം. ഓക്കെ, ഡോണ്ട് ഡു ദാറ്റ്. അത് മിക്ക സ്റ്റുഡൻസും തെറ്റിക്കണ ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. നമുക്കിത് കഴിഞ്ഞിട്ട് കപ്ലാനും BPP എല്ലാം ചെയ്യാട്ടോ. ഇതിപ്പോ ബേസിക് ആയിട്ട് പറഞ്ഞാ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100. ക്വസ്റ്റ്യൻ എഴുതിക്കോ ആൻഡ് യു ഷുഡ് സോൾവ് ഇറ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 20. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1 million. Okay, using the information, find the break-even point, break the revenue at the break-even point. എന്തൊക്കെ കാണണം? ഒന്ന്, the break-even
B. The revenue at the break-even point. C. Sales volume required to make a profit of. എല്ലാരും പെട്ടെന്ന് ചെയ്തേ, ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാരും ചെയ്തേ, ഫാസ്റ്റ്. 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മതി. ആ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഐ വുഡ് ഡു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് തരണത് എന്തിനാന്ന് വെച്ചാ, ഈ ക്ലാസ് കേട്ട് പോയിട്ട് കാര്യമില്ല, എൻ്റെ ഒപ്പം തന്നെ ചെയ്താലാണ് കാര്യമുള്ളൂ, എന്നാലാണ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് ആൻസർ നോക്കിയാൽ മതി. ആസ് ഐ സെഡ്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോ എന്താ, ചിലർക്ക് കൺഫ്യൂസ് ആവും. ഓ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോ എന്താണ്? ആ ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ്, ആ ഒരു പോയിന്റിന് തന്നെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്, BEP. ഓക്കെ, പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പൊ എത്രയാ ഫിക്സഡ് കോസ്റ്റ്? എത്രയാ? 1 million ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാ? സെല്ലിംഗ് പ്രൈസ് 100 മൈനസ് 20 എത്ര? 80. അപ്പൊ ഇതാണ്, ഈ പോയിന്റിലാണ് നമുക്ക് ബ്രേക്ക് ഈവൻ ആവാന്ന്. ഇനി B, ദ റവന്യൂ അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ റവന്യൂ കണ്ടുപിടിക്കാൻ എന്താ? ബ്രേക്ക് ഈവൻ സെയിൽസ് യൂണിറ്റ് into selling price, that is ഇത് into selling price എത്ര? 100. ഓക്കെ, ഇനി സെയിൽസ് വോളിയം റിക്വയർഡ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 1 million. അതെങ്ങനെ കാണണേ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എത്ര പറഞ്ഞാണ്? 1 lakh. ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 80. ഓക്കെ, ഇതാണ് ആൻസർ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് പഠിച്ചാലാണ് പെട്ടെന്ന് തലേക്ക് വരും. ഓക്കെ, അപ്പോ എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ഇട്ടോ, ആൻഡ് ഞാൻ ഫ്രീ ആവുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. ഇനി അടുത്തത് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ.